कृष्णा। जय श्रीला प्रपात की जय। जय गुरु महाराज की जय। आनंद कोटि वैष्णव वृंद की जय। नित्य गौर प्रेमानंदे हरि हरि बोल। ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगदामह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुर्वैष्णवांश श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्णपादान् सह नृता श्रीविशाखान्वितांश। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। जय श्रीला प्रपात की जय। जय गुरु महाराज की जय। अनंत कोटि वैष्णव वृंद की जय। पुरुषोत्तमास की जय। ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് 15-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അപ്പം ഇന്നലത്തെ അതായത് 3-4 ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തെ മുറിച്ചു മാറ്റേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ പറയാണ് ഈ 5-ാമത്തെ ശ്ലോകത്തില്. നമുക്ക് അതിലോട്ട് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ശ്ലോകം 5. നിർമാനമോഹോ ജിതസംഗദോഷ ആധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. വിവർത്തനമായ ശ്രീല പ്രഭുപാദ് കി ജയ്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അപ്പോ നമ്മൾ മുന്നത്തെ ശ്ലോകത്തില് ആ ഒരു എന്താ പറയാ, നമ്മുടെ ഈ 3 തരത്തിലുള്ള ഗുണങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതായത് അതിന്റെ ചില്ലകൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം
നമ്മൾ ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഓർമ്മയുണ്ടോ? ഡിറ്റാച്ച്മെന്റ്, അതായത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന് മലയാളം? വിരക്തി. വൈരാഗ്യം ആ, വൈരാഗ്യം ആ വിരക്തി വൈരാഗ്യം. ആ, വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം, പിന്നെ ഭക്തി, പിന്നെ ദൃഢനിശ്ചയം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തെ നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ദൃഢനിശ്ചയത്ത് പറയുന്ന ഒരു പോയിന്റിൽ ഞാൻ ഉദാഹരണം പറഞ്ഞത് ചെതൽപ്പുറ്റിന്റെ ഒരു കാര്യമായിരുന്നു. അതിൽ കാണുന്നില്ലെന്നോ? ഓക്കെ. ഇപ്പൊ ചെതൽപ്പുറ്റിനെ പോലെ, അതായത് നമ്മൾ അത്രയും ഓരോരോ നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഭക്തിയിലെ സാധന നമ്മൾ ചെയ്യുന്നത് നിത്യവും ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് സാധന അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു ദിവസം തീർച്ചയായിട്ടും അത് ഫലം പ്രാപിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ മുന്നത്തെ ശ്ലോകത്തില് ഡിസ്കസ് ചെയ്തിരുന്നത്. ഡിറ്റാച്ച്മെന്റ്, അതായത് വിരക്തി, ഭക്തി, അതുപോലെ തന്നെ ദൃഢനിശ്ചയം, ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ്. അപ്പൊ അതിൽ പറയുന്നത് മിഥ്യാഭിമാനം, മായാമോഹം. വിദ്യാഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം അല്ലെ? നമ്മളിപ്പം എന്തൊരു കാര്യം നമ്മളിപ്പോ അത് ഇൻഫാക്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യം അതാണ് അല്ലെ? നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഭൗതിക ശരീരമല്ല, എന്താണ് നമ്മൾ ആത്മാവാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മള് ഉദാഹരണ സഹിതം നമ്മളിപ്പോ ഈ ഒരു ഭക്തിമാർഗത്തിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ നമ്മൾ പറയുന്നത് എന്താണ്? സാധാരണ ആൾക്കാർ എന്നെ പറയുന്നത് എന്താണ്? അയാള് മരിച്ചു പോയി അല്ലെ? അപ്പം അറിവില്ലായ്മ ഉണ്ടെങ്കിൽ കൂടെ ആൾക്കാർക്ക് എന്താ അറിയാം, എവിടെയോ അതൊരു അവര് അറിയുന്നുണ്ട് അല്ലെ? അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നത് മാത്രാണ് അല്ലെ? എവിടെയാന്ന് പോകുന്നത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. മരിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നു എന്നൊരു തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ നമ്മളെ ചുറ്റുമുള്ള ജനങ്ങൾക്കുള്ളത്. അപ്പം അറിയായ്മയിൽ പോലും അവർ കുറച്ചെങ്കിലും കാര്യങ്ങൾ അവർ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ? സത്യം അവര് പറയുന്നുണ്ട് അല്ലെ? അപ്പം നമ്മൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ പോകുന്നത് ആരാണ് ശരിക്കും? യഥാർത്ഥത്തിലുള്ള നമ്മളാണ്, ആത്മാവാണ്. അപ്പൊ ഈ ശരീരമല്ല എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ പഠിക്കുന്ന കാര്യം. അപ്പൊ അതുപോലെ നമ്മൾ ഈ 15-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ഭൗതിക ലോകമാകുന്ന മരത്തെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ട് ഭഗവാന്റെ നിത്യലോകത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളില് അടുത്തതായിട്ട് പറയുന്നതാണ് മിഥ്യാവബോധം, അതായത് ഉടമസ്ഥാവകാശം. ഇത് എന്റേതാണ്, ഇത് ഞാനാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത് എന്റെ കുടുംബം, എന്റെ കുട്ടികള്, അങ്ങനെയുള്ള നമുക്ക് ഒരു വല്ലാത്തൊരു ഉടമസ്ഥാവകാശം ഉണ്ട് അല്ലെ? എല്ലാം ഇങ്ങനെ എന്റേതാണെന്നുള്ള വല്ലാത്തൊരു ചിന്ത. അപ്പൊ അത് മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടുവരണം. അത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് മറികടന്ന് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാത്തിന്റെയും ഉടമസ്ഥ ഞാനാണ്, ഇതെല്ലാം എന്റേതാണ് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഒരു മുക്തി കിട്ടത്തില്ല. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. എനിക്ക് തന്നതൊക്കെ എന്താണ്? ഭഗവാനാണ് അല്ലെ? ഇപ്പൊ എന്റെ കുടുംബമാണെങ്കിലും അതെനിക്ക് ഭഗവാൻ തന്നതാണ് അല്ലെ? ഞാൻ ഉണ്ടാക്കിയതൊക്കെ എന്താണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. എന്നിൽ നിന്ന് പോയതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. എനിക്കില്ലാത്തതും ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പൊ ഈ ഒരു ചിന്ത നമ്മൾ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പോലും തെറ്റ് ചെയ്യാതെ പോലും നമ്മളെ മറ്റുള്ളവര് ക്രൂശിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ കേൾക്കേണ്ടി വരുന്നത്? അപ്പോ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെ? അതാണ് നമ്മുടെ ആധ്യാത്മിക ബോധം നമ്മളെ കാണിക്കുന്നത്. അല്ലാതെ നമ്മളും തമോ ഗുണത്തിലുള്ള ആൾക്കാരെ പോലെ പ്രതികരിച്ചു കഴിഞ്ഞാല് അത് ശരിയില്ല അല്ലെ? നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മബോധത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തി ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ ഒരു എന്താണ് മിഥ്യാവബോധം അല്ലെങ്കിൽ മിഥ്യാഭിമാനം ഇല്ലാണ്ടാക്കുക എന്നുള്ള കാര്യം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? മായാമോഹം. മായാമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ? ഭൗതിക ലോകത്തില് അത് നേടണം, ഇത് നേടണം. അപ്പം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്. ഒരിക്കലും ഭഗവാൻ അതിനെ എതിർക്കുന്നില്ല, അത് വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു പരിധി അല്ലെ? നമ്മൾ അതിൽ ശ്രമിക്കുന്നു, അത് ലഭിച്ചാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വിഷമിക്കുക അല്ലെങ്കിൽ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഇതാക്കുക, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണത്. അതായത് ഒരുപാട് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ആഗ്രഹത്തിന്റെ പുറകെ പോകാൻ പാടില്ല. അതാണ് മായാമോഹം.
അതൊരു മായ നമ്മൾ അതിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും അല്ലെ, ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെ. അപ്പൊ അത് മായയുടെ ഒരു സ്വരൂപമാണ്. അപ്പൊ നമ്മളതൊരു ഒരു കെണിയിൽ പെടുന്നത് പോലെ ആയിപ്പോ. അപ്പൊ എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും അത് ഭഗവാനോട് പറയാ അല്ലെ. അർഹതയുള്ളതാണെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരും, ഇല്ലാത്തതാണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരണം. അതാണ് മായാമോഹം ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? ദുസ്സംസർഗം. അപ്പൊ അത് നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, അവരുടെ സ്വഭാവം നമ്മളിലേക്ക് എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ വരും. നമ്മളിപ്പോ ഭക്തി മാർഗത്തിൽ വരുന്ന സമയത്ത് പറയുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം, അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ പറയുന്നത്? പ്രസാദം കഴിക്കാൻ പ്രഭുപാദർ എന്തുകൊണ്ടാ പറയുന്നത്? കാരണം പ്രസാദത്തിലൂടെ മാത്രമാണ് പ്രഭുപാദർ ഒരുപാട് പേരെ ഈ ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ്, അതായത് ആ പ്രസാദം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സ് എന്തായിരിക്കണം, ഇത് കഴിക്കുന്ന ആളിലേക്ക് കൃഷ്ണഭക്തി വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കണം ഒരാള് ഭഗവാന് ഭോഗം ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു ഓഫറിങ്സും എല്ലാം പരിശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുന്ന ആൾ എന്താവും, ഭക്തി മാർഗത്തിലേക്ക് വരും. അയാൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മള് ആ ഒരു യഥാർത്ഥ രീതിയിൽ പ്രസാദം അല്ലെ ഭഗവാന് ഭോഗം ഉണ്ടാക്കി അത് ഓഫർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഭൗതികമായിട്ടുള്ള നമ്മളിപ്പോ പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരൊക്കെ എന്തൊക്കെയോ ദേഷ്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ചിന്ത എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെ. അവരെങ്ങനെയാണ് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അവര് ആ ഒരു സ്വഭാവം നമ്മളിലേക്കും വരും. ഭക്ഷണത്തിലൂടെ നമ്മളിലേക്കും ആ ഒരു സ്വഭാവവും ആ ഒരു കർമ്മവും ഒക്കെ നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത് ശാസ്ത്രത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സത്സംഗം, നമ്മൾ ആരുടെ കൂടെയാണോ കൂടുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് ആൾക്കാരോട് ഇടപെടണം എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു സമൂഹത്തിൽ നമുക്കിപ്പോ എല്ലാരും ഭക്തന്മാരാക്കാൻ പറ്റത്തില്ല അല്ലെ. നമ്മളിപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മള് കുടുംബക്കാരുണ്ടാവും, ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടാവും, പല പല ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊരിക്കലും ചിലപ്പോൾ നിരീശ്വരവാദികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെയൊക്കെ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെ അവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാം, ഒരു പരിധിയിൽ കൂടുതലായിട്ട് നമ്മൾ അവരെടുത്ത് അറ്റാച്ച്ഡ് ആവാതിരിക്കുക അല്ലെ. എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ ഇടപെടണം, ഒക്കെ ചെയ്യണം. പക്ഷെങ്കില് ഈ ഒരു സത്സംഗം എന്നുള്ളതിന് നമ്മൾ കൂടുതലായിട്ടും ഊന്നൽ കൊടുക്കണം അല്ലെ. എവിടെയാണോ സത്സംഗം നടക്കുന്നത് അവിടെ നമുക്ക് എത്രയൊക്കെ പറ്റും അത്രയും കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അത് കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ ഒരു അങ്ങനെ പറയാ, ശരിക്കും പറഞ്ഞാല് നമ്മള് ദുസ്സത്സംഗം, അതായത് സത്സംഗങ്ങളല്ലാത്ത സംഘം നമ്മൾ ത്യജിക്കണം എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് കഴിയുന്നത് പോലെ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ദോഷങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൊണ്ട് ഭൗതിക തൃഷ്ണയില്ലാതെ, അതായത് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ കൂടുതലായിട്ടില്ലാതെ നമ്മൾ സനാതന തത്വത്തെ അറിഞ്ഞ്, സനാതന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും നശിക്കാത്തത് അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അർജുനനോട്, നീ എപ്പോഴും ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു, നീ ഇനിയും ഉണ്ട് അല്ലെ. ഞാനും അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ നീ അത് അറിയുന്നില്ല അല്ലെ. ഒരിക്കലും നാശമില്ലാത്തതാണ് ആത്മാവ്. അതുപോലെ തന്നെ സനാതന ധർമ്മം എന്താണ്, ഒരിക്കലും ആദിയുമില്ല അന്തവും ഇല്ലാത്തതാണ് സനാതന ധർമ്മം. അപ്പൊ ആ ഒരു ധർമ്മത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സുഖദുഃഖമാകുന്ന ദ്വന്ദ്ങ്ങള് അല്ലെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയില്. ഇവിടെ എന്താണ്, ദുഃഖാലയമാണ്, അശാശ്വതമാണ്. സുഖം വരുമ്പോ തൊട്ടു പിന്നാലെ എന്ത് വരും, ദുഃഖവും വരും. അപ്പൊ ഈ ഒരു ദ്വന്ദ്ത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ തളർന്നു പോകാനോ ഒരുപാട് സന്തോഷിക്കാനോ പാടില്ല അല്ലെ. എന്ന് വെച്ച് സുഖം വരുമ്പോ സന്തോഷിക്കരുത് അല്ലെങ്കിൽ ദുഃഖം വരുമ്പോ ദുഃഖിക്കരുത് എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളൊരു ലിമിറ്റ് വെക്കണം. സുഖം വരുമ്പോഴും നമ്മൾ ഒരു ലിമിറ്റിൽ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോഴും ഒരു ലിമിറ്റിൽ സങ്കടപ്പെടുക. അല്ലാതെ നമ്മൾ അതിലപ്പാടങ്ങ് എന്താ പോறது, അതിലില്ലാതായി ചിലര് ഭയങ്കരമായിട്ട് അങ്ങത്താവൂലേ, അങ്ങനെ ആവാൻ പാടില്ല. അതൊക്കെ ഒരു ഭൗതിക ലോകത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ദ്വന്ദ്ങ്ങളിൽ നമ്മൾ മോചിതരായിക്കൊണ്ട് വിഭ്രാന്തരാവാതെ അല്ലെ, എന്ത് തന്നെ സംഭവിച്ചാലും അതിനൊന്നും പേടിക്കാതെ ഭയപ്പെടാതെ വിഭ്രാന്തരാവാതെ നമ്മൾ പരമപുരുഷന് സ്വയം സമർപ്പിക്കലാണ് നമ്മൾ യഥാർത്ഥ ധർമ്മം എന്നറിയുന്നവരാണ് ഈ ഒരു ശാശ്വത സാമ്രാജ്യത്തിൽ പ്രാപിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്.
അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ കൂടെയും അതെന്താണ്, അതത്ര നിസാരമല്ല. ഈ മിഥ്യാവബോധം വെടിയിലായിക്കോട്ടെ, സത്സംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദുസ്സംഗം വെടിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മായാമോഹം ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ശ്രമിക്കണം അല്ലെ? എന്ത് കാര്യം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ അറിയാൻ പറ്റും നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. ഭഗവാനെ എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് പറ്റുന്നില്ല, നീ എനിക്കതിന് ഇപ്പൊ നാമം ജപിക്കാന്ന് വെച്ചോ, ഒരു മാല ജപിക്കുന്ന ആൾക്ക് 2 മാല ജപിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പൊ ഭഗവാനോട് പറയൂ, ഭഗവാൻ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭഗവാൻ തന്നെ അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. അപ്പോ ഈ ഒരു നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം നമുക്ക് കാണിച്ചു തരും. അപ്പൊ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാല്, ഈ ഒരു ഒരു കുട്ടി അല്ലെ, ഒരു അച്ഛന്റെ കൈ പിടിച്ചിട്ട് ഒരു കുട്ടി ഒരു ഉത്സവ പറമ്പിലോട്ട് പോവാണ്. അപ്പൊ ആ ഉത്സവ പറമ്പിൽ പോയ കുട്ടീനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആ തിരക്കിനിടയിൽ അച്ഛന്റെ കൈ വിട്ടു പോവാണ് ഈ കുട്ടി. കുട്ടി അച്ഛന്റെ കൈ വിട്ടിട്ട് എവിടെയോ ആ തിരക്കിനിടയിൽ ആയി പോവാണ്. എന്നിട്ട് ആ കുട്ടി നോക്കുമ്പോ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ആ കുട്ടി ഒരു ഉത്സവ പറമ്പിലാണുള്ളത്. അവിടെ ഒരുപാട് എന്താ പറയാ ബലൂണ്, അങ്ങനെ കുറെ കച്ചവടക്കാരുണ്ട്. ആ കുട്ടീനെ ആകർഷിക്കുന്ന പല പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് പോയി നോക്കും. മെല്ലെ മെല്ലെ ആ കുട്ടി എന്താ സംഭവിച്ചെന്ന് മറന്നുകൊണ്ട് ആദ്യം ആ കുട്ടിക്ക് ഭയം ഉണ്ടായി, അച്ഛൻ ഇല്ലല്ലോ എന്നുള്ള ഭയം. പിന്നെ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ആ ബലൂണിലും അല്ലെങ്കിൽ ആ ഐസുകാരനിലും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് പോയി അതിനൊക്കെ ആസ്വദിക്കാൻ തുടങ്ങാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ അവസ്ഥ അല്ലെ? നമ്മൾ എങ്ങനെയോ ഈ ഭൗതിക ലോകത്ത് ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നു പെട്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, വന്നപ്പോ നമ്മൾ ഭഗവാന് വാക്ക് കൊടുത്താണ് അല്ലെ? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു നമ്മള് അല്ലെ? ഒരു കശുവണ്ടീനെ പോലെ ചുരുങ്ങിയിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഭഗവാനെ ഇങ്ങനെ മറന്ന്, എല്ലാം മറന്ന് ഭഗവാനെ വിളിച്ചിരുന്നു നമ്മള്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കണേ കൃഷ്ണ, ഞാന് അവിടുത്തെ നാമം, അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ ഈ ഭൂമിയിൽ വന്നപ്പോ നമ്മളിപ്പോ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് നമ്മളെ ഒരുപാട് സ്നേഹിച്ചു അല്ലെ? അവര് നമുക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തന്നു. അതങ്ങനെ നമ്മൾ ഓരോന്നോരോ എന്താ പറയാ ഓരോരോ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്തു, ഭഗവാനെ മറന്നുപോയി അല്ലെ? അങ്ങനെ ഭഗവാനെ മറന്നുകൊണ്ട് ഏത് അച്ഛനമ്മയാണോ ഒരു കൊച്ചിനെ വളർത്തുന്നത്, ആ അച്ഛനമ്മമാരും ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ എന്ത് ചെയ്യണം, കൃഷ്ണാവബോധത്തിലേക്ക് അല്ലെ, ഭഗവാന്റെ ഭക്തരായിട്ട് നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കണം. അവരാണ് യഥാർത്ഥ രീതിയിൽ ഭഗവാന്റെ ഭക്തന്മാരാക്കി മാറ്റണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് മെല്ലെ മെല്ലെ ആ ഒരു കളിപ്പാട്ടങ്ങളിലേക്കും അല്ലെ ഐസിലോട്ടും ഒക്കെ പോയിട്ട് മെല്ലെ മെല്ലെ അതിലോട്ട് എവിടെയോ പോയിട്ട് അങ്ങനെ ആ ഒരു തിരക്കിൽ ആ പെട്ടുപോവാണ്. എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭഗവാനെ മറന്നുകൊണ്ട് ഈ ഭൗതിക സുഖങ്ങളിലും ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് നല്ലത്, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്, ഇതൊക്കെയാണ് എന്റെ ശാശ്വതമായിട്ടുള്ള ജീവിതം, ഇതൊക്കെയാണെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ അങ്ങനെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ യഥാർത്ഥ സംരക്ഷകൻ അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭഗവാനെ നമ്മൾ മെല്ലെ മറന്നുപോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കുട്ടീന്റെ അതേ അവസ്ഥയാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ തിരിച്ചറിഞ്ഞു ഏതോ ഒരു പോയിന്റില് എന്തോ ഒരു കൃപ കൊണ്ട് നമ്മൾ തിരിച്ചറിയാണ്, എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് അല്ലെ, എന്റെ യഥാർത്ഥ പിതാവിന്റെ അടുത്തേക്ക്, എന്റെ പരംപിതാവിന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകണം. ഇവിടെ എനിക്ക് സന്തോഷമില്ല, ഇവിടെ എനിക്ക് സുഖമില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് തിരിച്ചു പോകണം. പക്ഷെ നമ്മൾ എങ്ങനെ തിരിച്ചു പോകും, അതിനുള്ള മാർഗം നമുക്ക് എങ്ങനെ കിട്ടും അല്ലെ? അതിനൊരു ഉദാഹരണം കാണിക്കാം ഇവിടെ. അതായത് ഈ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, അപ്പൊ ഈ കുട്ടിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പൊ കുട്ടി നോക്കുമ്പോ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലെ? സൈക്കിൾ ഉണ്ട്, ബൈക്ക് ഉണ്ട്, ബസ് ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ കുട്ടി വിചാരിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പോവാ, ഏത് മാർഗമാണ് ഞാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പല പല മാർഗങ്ങൾ നമ്മൾ ഇന്ന് മുന്നിൽ കാണുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഭഗവാന്റെ രൂപമില്ല അല്ലെ, നിരാകാര ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ധ്യാനം യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറെ പല രീതിയിൽ മായാവാദം അല്ലെ, ഭഗവാനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥ ശാശ്വതമായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് അല്ലെ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പല പല മാർഗങ്ങളുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് എവിടെയും ഭഗവാൻ പറയുന്നില്ല. എവിടെയും ഭഗവാൻ പറയുന്നില്ല ഇതൊക്കെ
തെറ്റാണെന്ന് എവിടെയും പറയുന്നില്ല, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സൈക്കിൾ ഉപയോഗിച്ചു കഴിഞ്ഞാല് ഈ കുട്ടിക്ക് എത്താവുന്ന ദൂരവും, ബൈക്ക് ഉപയോഗിച്ചാൽ കുട്ടിക്ക് എത്താവുന്ന ദൂരവും, ബസ് ഉപയോഗിച്ചാൽ എത്താവുന്ന ദൂരവും, ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ എത്താവുന്ന ദൂരം എന്താണ്? വ്യത്യസ്തമാണ് അല്ലെ? സൈക്കിൾ ഉപയോഗിച്ചാല് ആ കുട്ടി എത്തും, തീർച്ചയായിട്ടും എത്തും. പക്ഷെങ്കില് ഒരുപാട് ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ചവിട്ടേണ്ടി വരും. എപ്പോഴെങ്കിലും ആണെങ്കിൽ വഴിതെറ്റി വീഴാം. ചിലപ്പോ അവൻ ക്ഷീണിതനായിട്ട് എവിടെയെങ്കിലും വീണു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബൈക്കും, അതുപോലെ തന്നെ ബസ്സും അല്ലെ, ഇതൊക്കെ ഒരുപാട് സമയമെടുക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അല്ലെ, നമുക്കറിയാം 4 സമ്പ്രദായങ്ങളുണ്ട്. നമ്മുടെ സമ്പ്രദായം ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും ഒന്ന് പറയോ? അമ്മയും ഷാജി മാതാജി അല്ലാതെ സുലോചന മാതാജിക്കോ ദിവ്യ മാതാജിക്കോ അറിയോ നമ്മുടെ സമ്പ്രദായം ഏതാണെന്ന്? നമ്മൾ ഏതാ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന മാതാജി? ഓർമ്മ ആർക്കെങ്കിലും കിട്ടുന്നില്ല. എന്താ മാതാജി? ക്ലാസ് പറയുന്നവരെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എഴുതി വെച്ചില്ല. നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ തരണം ചോദിക്കുകയാണ് ഏതാ നമ്മുടെ സമ്പ്രദായം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ അല്ലെ? നമ്മൾ ഏതാന്ന് ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ വലിയ കാര്യത്തിന് ഹരേ കൃഷ്ണ ഹരേ രാമ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ഒരു അതോറിറ്റി അല്ലെ? അടിസ്ഥാനമാണ് ഇതിലുള്ളത്? ആരാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഇതിന്റെ ഉറവിടം എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണ്ടേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ അവർ വിചാരിക്കുവോ ഇവർക്ക് ഇതൊന്നും വലിയ ഇതില്ല, അതിങ്ങനെ എന്തോ ഇവര് പറയുന്നതാണ് അല്ലെ? നമ്മളുടെ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായമാണ്. ബ്രഹ്മാവാണ് നമ്മളുടെ ഒറിജിൻ അല്ലെ? ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് 3 സമ്പ്രദായങ്ങൾ വേറെ ഉണ്ട്. കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, പിന്നെ വേറെ സമ്പ്രദായം ഏതായിരുന്നു? കുമാര ഒന്നും കൂടി പറയാ. നമ്മുടെ സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. വേറെ ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായം. പിന്നെ ബാക്കി 3 സമ്പ്രദായങ്ങള് രുദ്ര സമ്പ്രദായമുണ്ട്, പിന്നെ ശ്രീ സമ്പ്രദായമുണ്ട്, കുമാര സമ്പ്രദായമുണ്ട്. ഇങ്ങനെ 4 സമ്പ്രദായങ്ങളാണ് ശരിക്കും ഒരു അതോറിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോ ഈ സമ്പ്രദായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചാലും നമ്മൾ എവിടെ എത്തും? ഒരു കണക്കിന് ഭഗവാന്റെ അടുത്തേക്ക് എത്തും. പക്ഷെങ്കില് അവിടെ എത്തുന്ന ദൂരം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രഭാതന്റെ കാരുണ്യം കൊണ്ട് അല്ലെ, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമുക്ക് ഭഗവാൻ പ്രഭാതന്റെ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്ക് അത്ര എളുപ്പം കിട്ടുന്നതല്ല. നമ്മളിപ്പോ പലരും പറയാറുണ്ട് വരുന്നില്ല മാതാജി, ഇവിടെ ജപിക്കുന്നില്ല മാതാജി, അല്ലെങ്കിൽ ദേവന്മാരുടെ അടുത്ത് അവിടെ പോകാനാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഭഗവാന് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ ഇൻ കേസ് ഈ ക്ലാസ് കട്ടായി പോവാണെങ്കിൽ ഒന്ന് റീജോയിൻ ചെയ്യണം. ചിലപ്പോ 10 മിനിറ്റിൽ അത് കട്ടായി പോവാൻ സാധ്യതയുണ്ട്. അപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. അതായത് നമുക്ക് മറ്റു പല സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും നമ്മളുടെ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഹെലികോപ്റ്റർ പോലെയാണ്. നമുക്ക് എന്ത് അറിയാം? ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. എന്താ ബ്രഹ്മാവ് പറയുന്നത് ബ്രഹ്മസംഹിതയില്? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പം ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഏറ്റവും വലുത് അല്ലെ? അപ്പൊ അത് ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ അതോറിറ്റിയിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? ഭഗവാന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നമ്മുടെ സാധനയിലൂടെ നമ്മള് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ശ്രദ്ധയായിട്ട് നമ്മൾ നാമം ജപിച്ച് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ ആ ഒരു ഭക്തിമാർഗത്തിലേക്ക് പോവുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ തോണ്ടി നമ്മൾ അതാണോ ഇത് ശരിയാണോ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി നമ്മൾ അങ്ങനെ ഡൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലേ? പ്രഭുപാദ് നമുക്ക് അത്രയും വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് എല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവൻ ഭഗവത്ഗീതയില് ഭഗവാൻ നമുക്ക് എന്താ പറയുന്നത്? ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും. ഇന്നതൊക്കെയാണ് സംഭവിക്കുക. നീ ഇതിലെ പോയാലും നീ ഇങ്ങനെ എത്തും, അതിലെ പോയാൽ അങ്ങനെ എത്തും. ഇനി നിനക്ക് തീരുമാനിക്കാം ഏതാണ് വേണ്ടത് എന്ന്. ഇവിടെ ദുഃഖാലയമാണ്, ഇത് അശാശ്വതമാണ്. നിനക്ക് എന്റെ അടുത്തേക്ക് വരണമെങ്കിൽ നീ ഇതൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഭഗവാൻ പ്രഭാതന്റെ പ്രഭാതരിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
അപ്പൊ ഇനി തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെ? ഈ ഒരു കലിയുഗത്തില് കലികാലത്തില് നമ്മള് ഇതിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുടെയും ഒക്കെ ഇടയില് ഭഗവാന്റെ നാമം ജപിക്കുക, സാധനയായിട്ട് മുന്നോട്ട് പോകുക, അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നാമം ജപിച്ച് തുടങ്ങുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും അല്ലെ? അതൊക്കെ എന്താണ് നമ്മളുടെ നമുക്ക് ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ സാധനയിലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുറയ്ക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ ഒന്നും പാടില്ല. അപ്പൊ ഭഗവാൻ തീർച്ചയായിട്ടും പരീക്ഷിക്കും. മായ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പൊ മായ നമ്മള് ഒന്ന് ഇളക്കി നോക്കും, ഇവൾ അത്ര സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആരെ സേവ് ചെയ്യണം, ഒന്നില്ലെങ്കിലും മായനെ നമ്മള് സേവ ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സേവിക്കണം. അപ്പൊ ആരെ സേവിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഭഗവാനെ സേവിച്ച് നമുക്ക് ഇതൊന്നും കിട്ടില്ല എന്നാണോ? നമുക്ക് വേണ്ടതൊക്കെ ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതിപ്പോ എന്തായിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ടത്, നമ്മൾക്ക് ഉചിതമായത് എന്താണെന്ന് ഭഗവാൻ അറിയാം. ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ വാശി പിടിക്കാണ്, പനിക്കുന്ന ഒരു കുട്ടി വാശി പിടിക്കാണ്, എനിക്ക് ഐസ്ക്രീം വേണോന്ന്. അപ്പൊ അതിനോട് സ്നേഹമുള്ള അതിന്റെ പിതാവ് ഒരിക്കലും അതിന് വാങ്ങിച്ചു കൊടുക്കത്തില്ല അല്ലെ? നിന്റെ പനി മാറട്ടെ എന്നിട്ട് തരാം എന്നേ പറയുള്ളൂ. അല്ലാതെ അപ്പൊ തന്നെ അതിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ അതൊരു ശരിയായിട്ടുള്ള പിതാവായിരിക്കില്ല അല്ലെ? നമുക്കത് എന്തൊരു അച്ഛനായതെന്ന് വിചാരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് നല്ലത്, അത് എപ്പോഴാണ് തരേണ്ടത്, എന്താണ് നമുക്ക് ഉചിതം എന്നൊക്കെ ഭഗവാൻ അറിയാം. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ആ ഒരു ഭഗവാന്റെ വിശ്വാസത്തില് നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ സ്വീകരിക്കുമ്പം യഥാ രീതിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടുവരണം. നമ്മൾ ഓരോ കാര്യം നമുക്ക് കിട്ടുമ്പോഴും അത് ഭഗവാന്റെ ഇച്ഛയാണ്, ഇത് ഭഗവാൻ തന്നതാണ്. അങ്ങനെ നമ്മള് ആ ഓരോ ദിവസവും നമുക്ക് രാവിലെ തുടങ്ങി രാത്രി വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതുപോലെ നമ്മൾ എന്താ പറയാ, നമ്മളെ ചിന്തകളെ നമ്മള് പല രീതിയിൽ എന്താ പറയാ, നമ്മളെ ഒലയ്ക്കുന്ന പോലത്തെ, നമ്മളെ പരീക്ഷിക്കുന്ന പോലത്തെ പല പല കാര്യങ്ങൾ നമുക്ക് മുന്നിലോട്ട് വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബുദ്ധിപൂർവം നമ്മള് നേരിടണം. ഓരോ ചിന്തയും നമ്മളെ കർമ്മമാണ് അല്ലെ? നമ്മൾ വിചാരിക്കും, അത് ഞാൻ മനസ്സിലല്ലേ വിചാരിച്ചേ, അയാളെ കൊണ്ട് ഞാൻ മനസ്സിലല്ലേ കുറ്റം പറഞ്ഞേ, പുറത്തു പറഞ്ഞിട്ടില്ലാലോ. പുറത്തു പോലും പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ അത് ആർക്ക് കേൾക്കാം? ഭഗവാന് കേൾക്കാം. എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ചിന്തകൾ പോലും ഭഗവാൻ അറിയുന്നുണ്ട്. അപ്പോ നമ്മളെ ചിന്തകളെ പോലും എന്താക്കണം? ശുദ്ധീകരിക്കണം. അതിന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന് എവിടത്തേക്ക് റീഡയറക്ട് ചെയ്യണം? ഭഗവാന്റെ പാദങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്യണം. ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് എന്റെ യാത്ര അല്ലെ? മറ്റുള്ളവർക്കൊന്നും അറിഞ്ഞൂടെ എന്താണ് വേണ്ടത്, എവിടേക്കാ ഞാൻ പോണ്ടത്. അവരെ വിചാരം മരണത്തോടെ കഴിഞ്ഞു എന്നാ. പക്ഷെ ഈ കർമ്മങ്ങളൊക്കെ അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അല്ലെ? അവര് ചെയ്തു കൂട്ടിയ ഇപ്പം പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു മൃഗത്തിനെ കൊന്നു കഴിക്കുന്നതാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. ഒരു മൃഗത്തിനെ കൊല്ലുന്ന സമയത്ത് അതിനുണ്ടാവുന്ന 5 തരം വ്യാകുലതകളെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ ദേഷ്യം, സങ്കടം, അതിന്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തൊരവസ്ഥ, അങ്ങനെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദയ, ആ കണ്ണീര്, വിഷമം അല്ലെ, അതിന്റെ വേദന, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഭക്ഷിക്കുന്ന ആളിലേക്കും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ഒരാളിലേക്ക് ഇങ്ങനെ കുന്നുകൂടി വരുന്നുണ്ട്. ആ പാപങ്ങളൊക്കെ ഈ മരിച്ചാൽ എങ്ങനെ പോകുന്ന പറയുന്നത്? ഒരിക്കലും പോകുന്നില്ല. അതൊക്കെ അനുഭവിക്കാൻ വീണ്ടും നമ്മൾ ജനിക്കണം. ഒരുപക്ഷെ ആ മൃഗമായിട്ട് നമ്മൾ ജനിക്കുമായിരിക്കും. എന്നിട്ട് മറ്റുള്ള ആൾ നമ്മളെ കൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വേദന എന്താന്ന്. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ നമുക്ക് മനുഷ്യ ശരീരം തന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യ ശരീരത്തിന്റെ വ്യത്യാസം എന്താണ്? നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധിയുണ്ട്. അതൊരിക്കലും മൃഗങ്ങൾക്കില്ല. അപ്പോ ഈ ഒരു ബുദ്ധി, ഈ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് വരുന്ന അവസരങ്ങള് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ഇപ്പം സത്സംഗങ്ങളായിക്കോട്ടെ, നമ്മളെ മുന്നിൽ ഭഗവത്ഗീത ആയിക്കോട്ടെ, പുരുഷോത്തമ മാസമൊക്കെ എന്താ നമുക്ക് തരുന്നത്? ഒരു വലിയ അവസരമാണ് അല്ലെ? മറ്റു ദിവസങ്ങളിൽ നമുക്ക് സമയമില്ല, കല്യാണത്തിന് പോണം, അവിടെ പോണം, ഇവിടെ പോണം. പുരുഷോത്തമ മാസം അങ്ങനത്തെ ഒരു തിരക്കും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ഉണ്ടാവില്ല. പൊതുവെ പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ കൂടെ ഇപ്പൊ
ഏകാദശി എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്, നമ്മളിപ്പോ മാതാജിമാർക്കാണെങ്കിൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്യേണ്ടി വരും അല്ലെ, ഒരുപാട് പ്രസാദം ഉണ്ടാക്കേണ്ടി വരും, ചായ ചോറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഏകാദശി ആകുമ്പോ നമ്മൾ ലിമിറ്റഡ് ആയിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഫാസ്റ്റിംഗ് ആണ്. എന്തിനാ ഫാസ്റ്റ് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് വ്യാപൃതരാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാത്തിന്റെ ഉദ്ദേശം എന്താണ്? ഏകാദശി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജന്മാഷ്ടമി ആയിക്കോട്ടെ, എല്ലാത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഭഗവാനെ കൂടുതലായിട്ട് ഓർക്കുക. അപ്പോ നമ്മൾ സാധാരണ ജീവിതത്തിലും ഭഗവാനെ എങ്ങനെയൊക്കെ എന്റെ ചിന്തകളിലേക്ക് എന്റെ പ്രവൃത്തിയിലേക്ക് ഭഗവാനെ കൊണ്ടുവരാം. നമുക്കിപ്പോ പാടാനുള്ള കഴിവുണ്ട്, ഭഗവാന് വേണ്ടി കീർത്തനം പാടുക, വ്യത്യസ്ത വ്യത്യസ്ത ട്യൂണുകളിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പാടുക. ഈ ട്യൂൺ ഇങ്ങനെ പാടുക എങ്ങനെ, നമ്മളെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും, ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്റെ താല്പര്യത്തെ എങ്ങനെ ഞാൻ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാറ്റാൻ പറ്റും? ചില ആൾക്കാർ വരയ്ക്കുന്നവരുണ്ടാവും, അപ്പൊ ഭഗവാന്റെ ആ ഒരു രൂപം എങ്ങനെയെങ്കിൽ സുന്ദരമായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ നല്ല രീതിയിൽ പാചകം ചെയ്യുന്നവരുണ്ടാവും, അപ്പൊ ഭഗവാന് ഞാൻ എങ്ങനെ ഭംഗിയായിട്ട് പാചകം ചെയ്തു കൊടുക്കാം, എങ്ങനെ ഭഗവാൻ അത് ഓഫർ ചെയ്യാന്നാ ചിന്തിക്കുക. അങ്ങനെ നമ്മളുടെ കഴിവ് എന്തും ആയിക്കോട്ടെ, അത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോ അതെന്തായിട്ട് മാറും? കൃഷ്ണാവബോധ പ്രക്രിയയായിട്ട് മാറും. അതാണ് കൃഷ്ണാബോധം. അല്ലാതെ നമ്മൾ വലിയ രീതിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നിത്യേനയുള്ള ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ചിന്തകൾ എന്താണ്, നമ്മൾ എന്ത് ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഇതാണ് കൃഷ്ണാബോധം. ആ ഒരു ബോധത്തോട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കൃഷ്ണാബോധം. അല്ലാതെ നമ്മൾ സന്യാസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരിലും മാതാജിമാരാണ് അല്ലെ. അപ്പൊ മാതാജിമാരെ സംബന്ധിച്ച് പ്രഭാതർ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കർത്തവ്യം എന്താണ്? കുടുംബത്തിൽ ഇരുന്നിട്ട് കൃഷ്ണാബോധം അല്ലെ, സ്വന്തം കുട്ടികളെ, ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൃഷ്ണാബോധത്തിൽ വളർത്തിക്കൊണ്ടുവരിക അല്ലെ, ആ തലമുറയെ എങ്ങനെയെങ്കിലും ഈ ഒരു കലികാലത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക. അതാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്. സ്വന്തം കൃഷ്ണാബോധത്തിൽ ഇരിക്കുക, തന്റെ കുടുംബത്തെ എങ്ങനെ കൃഷ്ണാബോധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാന്ന് ചിന്തിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രസാദം കൊടുക്കുക, നാമം ജപിക്കാനായിട്ട് പറയുക. ഇതാണ് ഒരു മാതാജി അല്ലെ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ് കൃഷ്ണാബോധത്തില്. അല്ലാതെ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും അത്ര എളുപ്പമല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലിയ പ്രൈമറി റോൾ എന്ന് പറയുന്നത് ഒരു മാതാജിയെ സംബന്ധിച്ച് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് കൃഷ്ണാബോധത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു ഗുണം എന്തായിരിക്കും? അവരെ കണ്ടാൽ നമ്മളിങ്ങനെ തിരിച്ചറിയും, അവര് വളരെ ശാന്തരായിരിക്കും. ഒന്നിലും അവര് എന്താ പറയാ, ഉലക്കാൻ പറ്റത്തില്ല. എന്ത് വന്നാലും, സന്തോഷം വന്നാലും അവര് മതിമറന്ന് സന്തോഷിക്കില്ല, ദുഃഖം വന്നാലും മതിമറന്ന് സങ്കടപ്പെടില്ല. എന്ത് വന്നാലും ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാൻ തന്നതാണ്, ഇത് എന്റേതാണ്, ഇത് ഞാൻ നേടിയതാണ്, എന്റെ പൈസ, എന്റെ ഇത്, അങ്ങനെ ഒരു ഞാൻ എന്ന ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നേടിയെടുക്കുന്നതല്ല. അത് എന്താ പറയാ, ഓരോ നിമിഷവും നമുക്ക് തെറ്റുകൾ പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമ്മൾ